ദൈവികമായുള്ള പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിന്റെ യാത്രയിലേക്ക് എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം. വിഷ്ണുവിന്റെ അവതാരങ്ങളിലൊന്നായ ശ്രീരാമന് പണ്ടേ മുതൽക്കൽ കേരളത്തിൽ പ്രത്യേക പ്രാധാന്യമുണ്ട്. ശ്രീരാമനാമം ജപിക്കാത്ത ഹൈന്ദവ ഭവനങ്ങൾ കേരളത്തിൽ ഉണ്ടാകില്ല. വിശ്വാസികളായ എല്ലാ ഹൈന്ദവരും സന്ധ്യാനേരങ്ങളിൽ രാമനാമം ജപിക്കുന്നത് കേരളത്തിന്റെ ഒരു ആചാരത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെയാണ് കർക്കിടക മാസത്തിലെ രാമായണ പാരായണവും. പറഞ്ഞു വരുന്നത് മലയാളികൾക്കിടയിൽ ശ്രീരാമൻ എന്ന ദൈവപുരുഷന്റെ സ്ഥാനത്തെക്കുറിച്ചാണ്. ശ്രീരാമന് സമർപ്പിച്ചിരിക്കുന്ന പ്രശസ്തമായ ക്ഷേത്രമാണ് മകളിയം ശ്രീരാമസ്വാമി ക്ഷേത്രം. എറണാകുളത്തിനും തൃപ്പൂണിത്തുറയ്ക്കും സമീപം സീപോർട്ട് എയർപോർട്ട് റോഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ചേര രാജവംശമാണ് ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടായ ഒരു വലിയ തീപിടുത്തത്തിൽ ക്ഷേത്രത്തിന്റെ മിക്കവാറും എല്ലാ ഗോപുരങ്ങൾക്കും ഘടനകൾക്കും കേടുപാടുകൾ സംഭവിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. പിന്നീട് ഭക്തർ ക്ഷേത്രം പുനർനിർമ്മിച്ചു. പഞ്ചലോഹത്തിൽ ചെമ്പു പൂശിയ മേൽക്കൂരയും ദശാവതാര ചട്ടക്കൂടുള്ള ചുവരുകളുമുള്ള ക്ഷേത്രം അടുത്തിടെ പുതുക്കി പണിതിരുന്നു. രാക്ഷസ രാജാവായ രാവണന്റെയും അവന്റെ വലിയ സൈന്യത്തിന്റെയും ഇളയ സഹോദരനായ അസുരനെ വധിച്ചതിനു ശേഷം ഏറ്റവും ശക്തമായ രൂപത്തിലാണ് ശ്രീരാമൻ ഇവിടെ കാണപ്പെടുന്നത്. മഹാവിഷ്ണുവിന്റെയും ശിവന്റെയും ഏകീകൃത ശക്തിയുടെ രൂപത്തിലാണ് പ്രതിഷ്ഠ എന്നാണ് വിശ്വാസം. പ്രധാന ദേവത വിഷ്ണുവിന്റെയും ശിവന്റെയും ഏകീകൃത ശക്തിയെ ചിത്രീകരിക്കുന്നുവെന്ന് കരുതപ്പെടുന്നു. ഇവിടെ ശ്രീരാമൻ 18 കൈകളുമായി ആയുധങ്ങളും ഉപകരണങ്ങളും പിടിച്ചു നിൽക്കുന്ന നിലയിലാണ്. ഭഗവാൻ ശിവനും പ്രതിഷ്ഠയിൽ ഉള്ളതിനാൽ ബുധനാഴ്ച ദർശനത്തിന് അനുയോജ്യമായ ദിവസമാണെന്ന് കരുതപ്പെടുന്നു. കൂടാതെ തിങ്കളാഴ്ചയും ശനിയാഴ്ചയും നല്ലതാണെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. മകളിയം ശ്രീരാമ ക്ഷേത്രത്തിലെ ഉപദേവതകളായി വിനായകനും അയ്യപ്പനുമുണ്ട്. ശ്രീരാമനവമി, വിനായക ചതുർത്ഥി, മഹാനവമി, അഷ്ടമി രോഹിണി, തൃക്കാർത്തിക, വിജയദശമി എന്നീ 8 ദിവസം നീണ്ടു നിൽക്കുന്ന വാർഷികോത്സവത്തോടനുബന്ധിച്ച് ഉപദേശക സമിതി വിവിധ പരിപാടികളും ഭജനസന്ധ്യ, ചാക്യാർകൂത്ത്, സോപാന സംഗീതം തുടങ്ങിയ വിവിധ കലാപരിപാടികളും സംഘടിപ്പിക്കാറുണ്ട്.
ശബരിമലൈ ശ്രീരാമസ്വാമിയെ തേടിയെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തിരിക്കുന്നു.